കയ്യോടെ പൊക്കിയിട്ടും ശോഭാ സുരേന്ദ്രന്റെ അഹങ്കാരം കണ്ടില്ല. മാധ്യമ പ്രവർത്തകരെ എന്തൊക്കെയാ പറയുന്നേ? നിങ്ങൾ തെളിയിക്കുന്നൊക്കെ പറയാന് ഇത് അവര് തെളിയിക്കേണ്ട കാര്യമല്ല, ഇത് സ്ഥാനാർത്ഥിയായി നിങ്ങൾ തെളിയിക്കേണ്ട കാര്യമാണ്. കയ്യോടെ പൊക്കി പൈസ മടക്കി അങ്ങ് കൊടുക്കുന്നത് വീഡിയോ സഹിതം പുറത്തു വന്നു, ഉളുപ്പില്ലാതെ. ഇനിയും ഉളുപ്പില്ലാതെ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, തെളിവ് സഹിതം കാണിച്ചിട്ട് നിങ്ങൾ ആനയെ പൂച്ചയാക്കുന്ന ആളുകളായിരിക്കും. ഞങ്ങൾ അരിഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്, ഞങ്ങൾ ചാണകക്കാരല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാ പൊളിഞ്ഞടങ്ങുന്നത് മുഴുവൻ ഒന്ന് കണ്ടോളാ. ശോഭാ സുരേന്ദ്ര അയ്യയ്യയ്യേ. വോട്ടർക്ക് പണം നൽകിയ സ്ത്രീ കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം വന്ന ആളെന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ ആദ്യം ഉന്നയിച്ച വാദം. കോൺഗ്രസിന്റെ വിനേഷ് സർഗ വിട്ട ആളാണോ? ആരാണ് വിട്ടത്? എന്താ മാധ്യമ പ്രവർത്തകർ? ആ വാദം പാളിയതോടെ തന്റെ കാറിൽ വന്നയാളല്ല എന്ന് പറഞ്ഞു. എന്റെ കാറിലാണോ അവര് വന്നത്? ശോഭയുടെ കാറിൽ നിന്ന് തന്നെ ആ സ്ത്രീ ഇറങ്ങുന്ന ദൃശ്യങ്ങൾ വന്നതോടെ ആ വാദവും ദുർബലമായി. സിമി സജീവ് എന്ന BJP പ്രവർത്തകയാണ് പണം നൽകിയത്. അവരും BJP നേതാക്കൾ നിൽക്കുന്ന ചിത്രങ്ങൾ കൂടി പുറത്തു വന്നതോടെ ശോഭയ്ക്ക് മറ്റൊന്നും പറയാനില്ലാതായി. ആ സ്ത്രീയുടെ മുഖം കാണുന്നില്ലെന്ന വാദം ഉന്നയിക്കാൻ ശ്രമിച്ചെങ്കിലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ശോഭയ്ക്ക് മറുപടി ഉണ്ടായില്ല. പണം നൽകുന്ന വീഡിയോ കൃത്യമല്ലെന്ന BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റെ വാദവും വീഡിയോ കാണിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകർ അപ്പോൾ തന്നെ പൊളിച്ചു. BJPയുടെ പ്രതിനിധിയോ അവർക്ക് പൈസ കൊടുത്തു എന്നുള്ള ദൃശ്യം നിങ്ങൾ ഈ നിമിഷം കാണിക്കാൻ തയ്യാറാണോ? വോട്ടിന് നോട്ടെന്ന ആരോപണത്തെ വസ്തുതാപരമായി പ്രതിരോധിക്കാനാകാത്ത ശോഭാ സുരേന്ദ്രന്റെയും BJPയുമാണ് പാലക്കാട് കണ്ടത്. എന്റെ പൊന്ന് BJPക്കാരെ, കാലഘട്ടം മാറി. നിങ്ങൾ പറയുന്ന നുണകൾ വിശ്വസിക്കാൻ ഞങ്ങൾ പൊട്ടന്മാരല്ല. കയ്യിൽ പൈസ മടക്കി വെച്ചു. ആ അമ്മച്ചി പറഞ്ഞ വാക്കുണ്ട്, അത് എനിക്ക് ഒരു തന്ന സഹായമാണ് എന്നുള്ളത്. വേണമെങ്കിൽ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കാണിച്ചു തരാം. അതിന് മുന്നേ ഈ കളക്ടർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ വിഷയത്തിൽ നടപടി എടുക്കേണ്ടത് കളക്ടറാണല്ലോ അല്ലെ? കളക്ടർ പറയണതൊന്ന് കേൾക്കണം കേട്ടാ. ഇത്ര തെളിവുണ്ടായിട്ടും കളക്ടർ എന്തെങ്കിലും സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല. കാണാം. ഫ്ലൈയിങ് സ്ക്വാഡിനെ നമ്മൾ അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലൈയിങ് സ്ക്വാഡ് എന്നിട്ടൊരു സ്റ്റേറ്റ്മെന്റ് എടുത്തു. ആ ലേഡിയുടെ അടുത്തുനിന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തു. പക്ഷെ അവരത് ഡിനൈ ചെയ്യുകയാണ് ആ സ്റ്റേറ്റ്മെന്റിൽ ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാലും ഇതിൻ്റെ ഒരു വെറാസിറ്റി, എത്രത്തോളം അവർ ഈ പറയുന്ന ന്യൂസ് റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമല്ല, അലിഗേഷൻ അത്രയും ഗ്രേവ് ആയിട്ടുള്ള സ്ഥിതിക്ക് അതിൻ്റെ വെറാസിറ്റി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫർദർ പരിശോധനകൾക്കും ഇൻവെസ്റ്റിഗേഷനും വേണ്ടിയിട്ട് പോലീസിന് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ മറ്റു നടപടികളിലേക്ക് കടക്കുകയാണ്. SP യോട് സംസാരിച്ചിരുന്നു. FIR പോലെയുള്ള മറ്റു നടപടികൾ നടന്നു വരുന്നു. അതെ, ദൃശ്യങ്ങൾ കണ്ടിരുന്നു. ദൃശ്യങ്ങളുടെ പുറത്താണ് നമ്മൾ അവിടെ ചെന്ന് അന്വേഷിക്കാൻ തുടങ്ങിയത്. ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഫർദർ എൻക്വയറി വേണം എന്നുള്ളതാണ്. ഫർദർ എൻക്വയറി വേണമെന്നും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് റിട്ടേണിംഗ് ഓഫീസറെ നമ്മൾ വെച്ചിട്ടുമുണ്ട്. അപ്പം റിട്ടേണിംഗ് ഓഫീസർ ഇപ്പം ഇന്നും നാളെയും വളരെ തിരക്ക് പിടിച്ചൊരു സമയമാണല്ലോ. അപ്പം മാത്രമല്ല, ഒരു പീക്ക് ടൈമിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ 11th റിപ്പോർട്ട് തരാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ബേസിസിൽ ഫർദർ കോഴ്സ്. അമ്മച്ചി ഇത് നിരസിച്ച? അമ്മച്ചിക്ക് അങ്ങനെ നിരസിക്കാൻ കഴിയില്ലല്ലോ. അമ്മച്ചി സമ്മതിക്കുന്ന വീഡിയോ ഒന്ന് കാണാം ആദ്യം, എന്നിട്ട് മതി ബാക്കിയുള്ളത്. പിന്നെ ശോഭാ സുരേന്ദ്രനെതിരെ കഴിഞ്ഞ ദിവസം വേറെ ഒരു പരാതി വന്നിട്ടുണ്ട്, ഇവിടെ ഫണ്ട് വിതരണം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതിന് മുന്നേ നമുക്ക് അമ്മച്ചി പറഞ്ഞു കേൾക്കാം. മരുന്ന് വാങ്ങാൻ പൈസ അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞു. അപ്പൊ തന്നു അവരല്ലേ? അപ്പൊ ഞാൻ എല്ലാവരും പറഞ്ഞു. അപ്പൊ ഇവരാണ് ആകെ പൈസ തന്നുള്ളൂ, തന്നില്ല അമ്മയ്ക്ക് അല്ലേ? അല്ല, എനിക്ക് മരുന്ന് വാങ്ങാൻ പണിക്കും പോകണില്ല, മരുന്ന് വാങ്ങാൻ പൈസയില്ല. ഒരു മാസം 5000 വേണം മരുന്നിന്. അമ്മ ചോദിച്ചവരോട് പൈസ വേണം പറഞ്ഞു. എപ്പോഴാ? ഇന്ന് തന്നെയാണോ ചോദിച്ചത്? അപ്പൊ തന്നെ 5000 രൂപ തന്നു. കേട്ടില്ലേ? അവര് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ ചോദിച്ചതാണ്. ആ ചോദിച്ചപ്പോൾ തന്നെ അവര് തന്നു. നിയമവിരുദ്ധമായ കാര്യം തന്നെയല്ലേ ഇത്? ഇതൊക്കെ ഇലക്ഷൻ കമ്മീഷന്റെ മുന്നിൽ എത്തിക്കേണ്ട വിഷയം തന്നെയാണെന്നുള്ളതാണ്. കളക്ടർ ബാക്കി കേൾക്കണം കേട്ടോ. കളക്ടർ ഇത് മുഴുവൻ കണ്ടതിന് ശേഷം സംസാരിക്കണം എന്നുള്ളതാണ്. എന്തായാലും 11ാം തീയതി വരെ ശോഭാ സുരേന്ദ്രനെതിരെ കേസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്തോ പറയുന്നുണ്ട്, കേൾക്കാം.
ലഭിച്ച പരാതി ഇതാണ്, ഈ പണം വിതരണം ഉണ്ട്, അത് ശ്രദ്ധിക്കണം, പിടിക്കണം. നേരിട്ട് എനിക്ക് പരാതി ലഭിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഇന്ന് അറിഞ്ഞത് ആറുവിന്റെ അടുത്തൊരു പരാതി വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനൊരു സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മൾ അപ്പോൾ തന്നെ പോലീസിന്റെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ അന്വേഷണം, പോലീസിന്റെ അന്വേഷണം നടക്കും, റിട്ടേണിംഗ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം നടക്കും. അങ്ങനെ 2 അന്വേഷണമല്ല. റിട്ടേണിംഗ് ഓഫീസറുടെ തലത്തിൽ നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റീവ് എൻക്വയറി പോലെയാണ്. ഇലക്ഷനിൽ എന്താണ് നടക്കുന്നത്, എന്തെങ്കിലും തിരിമറി നടക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ ഇപ്പം ചട്ടവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിൽ റിട്ടേണിംഗ് ഓഫീസർ നോക്കുന്നത്. അതിന്റെ മറ്റു വശങ്ങൾ, ഇപ്പം IPC സംബന്ധിച്ചുള്ള, BNSS സംബന്ധിച്ചുള്ള വിഷയങ്ങളുണ്ടോ, അത്തരത്തിലുള്ള പ്രവൃത്തി, ഇപ്പം വോട്ടർ ഇൻഡ്യൂസ്മെന്റ് നടന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് പരിശോധിക്കുന്നത് SP-യുടെ സൈഡിലായിരിക്കും. അങ്ങനെ നമുക്കിപ്പോൾ പറയാറായിട്ടില്ല. കാരണം പരാതിയിൽ ഇപ്പം നിങ്ങൾ പറയുന്ന ആ വ്യക്തി തന്നെ പറയുന്നത് അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. അതാണ് ഞങ്ങളോട് മൊഴി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഫർദർ അന്വേഷണത്തിന് പോകുന്നത് അതിന്റെ ഒരു ഗ്രേവ് അലിഗേഷൻ ആയതുകൊണ്ടാണ്, ആ വീഡിയോ കണ്ടിട്ട് കളക്ടർക്കൊന്നും തോന്നിയില്ല. വീഡിയോ അവര് തന്നെ സമ്മതിക്കുന്ന ഒന്നുണ്ട്, ആ പൈസ കൊടുക്കുന്നതായിട്ട് ഒന്നുണ്ട്. ഇനി അവർ തന്നില്ല എന്ന് തന്നെ പറഞ്ഞത് കൂട്ടുക. വീഡിയോ എന്തിനുള്ളതാ? ക്രിയേറ്റഡ് അല്ല. കൃത്യമായിട്ട് അത് ഇനിയിപ്പോ നാളെ പറയും അത് AI ആണ് എന്നുള്ളതൊക്കെ. ശോഭാ സുരേന്ദ്രൻ അയോഗ്യയാക്കുക തന്നെ വേണം. എന്തായാലും അഹങ്കാരത്തിന് കിട്ടിയ 8ന്റെ പണിയാണല്ലോ. ഇനി എങ്ങാനും ശോഭാ സുരേന്ദ്രൻ അവിടെ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷവും വലതുപക്ഷവും എന്തായാലും കോടതി കയറ്റി ഇറക്കും. ഒരു തർക്കവും വേണ്ട. ഇത് പല UP-യിലാണ് നടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇട്ട ആളുകളെ ചിലപ്പോൾ ചവിട്ടിക്കുട്ടിന് മൂലക്കേടും. ഇവിടെ അത് നടക്കൂല. ഇവിടെ ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യും. ജനാധിപത്യ രാജ്യമാണിത്. ഇനി മാങ്കൂട്ടത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞൊരു കാര്യം കൂടി നിങ്ങൾ കേൾക്കണം. പണക്കൊഴുപ്പ് കൊണ്ടോ കോടികൾ മറിച്ചാലോ പാലക്കാട്ട് ആ മതേതര മൂല്യം ഉള്ള മനുഷ്യന്മാരുടെ മനസ്സിനെ പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. പാലക്കാട്ടൊന്ന് വോട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. കൊടുക്കുന്ന പണം അത്രയും വേസ്റ്റ് ആവുകയുള്ളൂ. പിന്നെ ആർക്കെങ്കിലും അതുകൊണ്ട് പ്രയോജനം കിട്ടുകയാണെങ്കിൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും പാലക്കാട് മതേതര ചേരിക്ക് ജയിക്കാൻ കഴിയൂ. അവിടെ ഈ വർഗീയതയ്ക്ക് പണം മുടക്കിയാലും വർഗീയത ജയിക്കില്ല എന്ന് BJP-യുടെ സ്ഥാനാർത്ഥി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ പാവപ്പെട്ട സാമ്പത്തികം ഇല്ലാത്ത വയോധികരായ ആളുകളെ കയ്യിലാക്കി ചാക്കിലിട്ട് കഴിഞ്ഞാൽ വോട്ടൊക്കെ കിട്ടൂല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ 5000 വെച്ച് ഇവർ എത്ര കൊടുത്ത്, എത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ എത്ര കോടി രൂപ ഇവിടെ ഇറക്കിയിട്ടുണ്ടെന്ന് കണ്ടെത്തേണ്ടത് അത് കളക്ടറും പോലീസുകാരൊക്കെ തന്നെ, ഇലക്ഷൻ ഡ്യൂട്ടിക്കുള്ള ആളുകളൊക്കെ തന്നെയാണെന്ന് കാര്യത്തിൽ തർക്കമൊന്നും വേണ്ടത് കണ്ടെത്തുക തന്നെ വേണം. ഇവിടെ കോടികൾ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഫേസ്ബുക്കിലൊക്കെ തമാശക്കൊക്കെ കാണുന്ന സംഭവമാണ്. പക്ഷെ ശോഭാ സുരേന്ദ്രൻ ഇങ്ങനൊരു കാര്യം ചെയ്ത കാര്യത്തിൽ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ജനങ്ങളെ സഹായിക്കാൻ വന്ന ഒന്നല്ല, നമ്മുടെ പോക്കറ്റ് വീർപ്പിക്കാൻ വന്ന 25 ലക്ഷം രൂപ ഇങ്ങോട്ട് മറക്കി എന്നൊക്കെ പറഞ്ഞ വീഡിയോ നമ്മൾ ഓടിയൊക്കെ നമ്മൾ കേട്ടതും കണ്ടതൊക്കെ അല്ലേ. ഇനിയും ഇവരെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ എന്റെ പൊന്നുമക്കളെ ഒന്നേ പറയുന്നുള്ളൂ, ഇലക്ഷൻ നാളെയാണ്. വോട്ട് ചെയ്യുന്ന ആളുകൾ ദയവ് ചെയ്ത് ചാണകത്തിൽ പോയി വീഴരുത്, അത്രേ പറയുന്നുള്ളൂ. ഇടതും വലതും മാറി ഭരിച്ചുകൊണ്ട് നമുക്കിവിടെ ജീവിക്കാൻ കഴിയുന്നത്. അങ്ങ് നോർത്ത് ഇന്ത്യയിലെ പോലെയൊക്കെ ഇവരൊക്കെ ഭരിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? ഇപ്പൊ ഭരണത്തിൽ എത്തിയിട്ടില്ല, അപ്പോഴത്തേനും കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തരങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ എത്തിക്കഴിഞ്ഞാൽ കാര്യമായിട്ട് പറയാം, നിങ്ങൾ മൂഞ്ചി പോവേ. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.